ശ്രീ ജിൻഡോ ജോൺ, ഈ സംഭവങ്ങളൊക്കെ നടന്നു. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇ ഡി പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിലെത്തി, അത് 12 ഇടങ്ങളിൽ പരിശോധന നടത്തി. അപ്പോൾ ഇ ഡി എന്തിനാണ് ഇങ്ങനെ വന്ന് പരിശോധിക്കേണ്ടത്? ഇ ഡിയുടെ ഇത്തരം നീക്കങ്ങളോടൊന്നും ഞങ്ങൾക്ക് യോജിപ്പില്ല എന്നൊരു പ്രതികരണം ഇന്ന് ദേവസ്വം മന്ത്രി, ആരോഗ്യമന്ത്രി കെ മുരളീധരൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 7-8 തവണ മുഖ്യമന്ത്രി വി ഡി സതീശനോട് ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിന് വേണ്ടി ശ്രമിച്ചു. പക്ഷേ ഒന്നും സംസാരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. അപ്പോൾ മുഖ്യമന്ത്രിയുടെ മൗനം പല വ്യാഖ്യാനങ്ങൾക്കും ഇടവരുത്തിയിട്ടുണ്ട് ശ്രീ ജിൻഡോ. അതിലൊന്ന്, കൂടുതൽ രാഷ്ട്രീയക്കാരുടെ, അതായത് ഇപ്പോൾ ഭരണപക്ഷത്തുള്ളവരുടെ പേരുകൾ കൂടി ആ കർത്തയുടെ ഡയറിയിലുണ്ടെന്നും അവരിലേക്കൊക്കെ ചെന്നെത്താവുന്ന അന്വേഷണത്തിലാണ് ഇ ഡി മുതിരുന്നത് എന്നും അതുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ മൗനം എന്നുമൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ ഒരു ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്ര വലിയൊരു സംഭവം? ഇവിടെ ഒരു ക്രമസമാധാന പ്രശ്നമുണ്ടായി. ഇന്ന് DGP ആഭ്യന്തരമന്ത്രി വിളിച്ച് കാര്യങ്ങൾ പരിശോധിച്ചു. ഈ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു പ്രശ്നം കേരളത്തിലുണ്ടായിട്ടും ഡൽഹിയിലുണ്ടായിരുന്ന, പിന്നീട് നാട്ടിലേക്ക് തിരിച്ചെത്തിയ ശേഷവും മുഖ്യമന്ത്രി പ്രതികരിക്കാതിരിക്കുന്നതിന് എന്താണ് കാരണമെന്ന് താങ്കൾക്ക് അറിയാമോ ശ്രീ ജിൻഡോ ജോൺ? അതോടൊപ്പം തന്നെ ഈ പ്രശ്നങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ സങ്കീർണമാവാൻ പോവുകയല്ലേ? കൂടുതൽ പേരിലേക്ക് ഇ ഡിയുടെ അന്വേഷണം പോകുന്നു എന്ന വിവരങ്ങൾ വരുമ്പോൾ ഭരണപക്ഷത്തിനും ഭയക്കാനുണ്ടോ? അല്ല ഗോപി, ഇതിൽ ഭരണപക്ഷത്തിന് ഭയക്കാനുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് ഇത് CMRL കമ്പനിയിൽ നിന്ന് രാഷ്ട്രീയ നേതാക്കന്മാർ സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടോ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടോ പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടിയിട്ടോ വാങ്ങിയിട്ടുള്ള സംഭാവനകളെ കുറിച്ചിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടല്ല വീണ തൈക്കണ്ടിലിന് നോട്ടീസ് കൊടുത്തത്. അത്തരം സംഭാവനകളെ കുറിച്ചിട്ടുള്ള അന്വേഷണം ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതും കൂടി നടന്നോട്ടെ, ഒരു സംശയവുമില്ല. അതിലിപ്പോൾ പറഞ്ഞിട്ടുള്ള UDF നേതാക്കന്മാരുടെ പേരുകൾ അവരാരും സംഭാവന വാങ്ങിയിട്ടില്ലെന്നോ ഞങ്ങൾ അവരെ കണ്ടിട്ടില്ലെന്നോ ഒന്നും പറഞ്ഞ് നിഷേധിക്കുന്നില്ല. ആകെ നിഷേധിക്കുന്നത് പിണറായി വിജയൻ, PV എന്ന പിണറായി വിജയൻ മാത്രമാണ്. UDFൻ്റെ നേതാക്കന്മാർ അങ്ങനെ നിഷേധിക്കുന്ന ഒരു സാഹചര്യമില്ല. ഇനി അന്വേഷണ പരിധിയിൽ അതും വരുന്നുണ്ടെങ്കിൽ വരുത്തിക്കോട്ടെ, നമുക്കൊരു പരാതിയുമില്ല. അന്വേഷിക്കപ്പെടേണ്ടതാണെങ്കിൽ അന്വേഷിക്കപ്പെടണം. ഇ ഡിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ രാജ്യത്താകമാനം ഇ ഡിയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ, രാഷ്ട്രീയ പക്ഷപാതിത്വം, ഇതിനെ കുറിച്ചിട്ടൊക്കെ കൃത്യമായ നിലപാട് കോൺഗ്രസിനുണ്ട്. അത് കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിലെമ്പാടും ആ നിലപാടുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടെ CPM വാദിക്കുന്നത് വീണ തൈക്കണ്ടിലിന് വേണ്ടിയിട്ടാണോ പിണറായി വിജയന് വേണ്ടിയിട്ടാണോ? എൻ്റെ സംശയം അതാണ്. ഇവിടെ നിങ്ങൾ തന്നെ പറഞ്ഞു, പ്രതിപക്ഷ നേതാവിൻ്റെ വസതിയിൽ റെയ്ഡ് ചെയ്തു എന്ന്. AKG സെൻറ്ററിൻ്റെ അഡ്രസ്സിൽ കമ്പനി തുടങ്ങുകയും മുൻ മുഖ്യമന്ത്രിയോടൊപ്പം താമസിക്കുകയും ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനോടൊക്കെ താമസിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു കേസിൽപ്പെട്ട പ്രതിയെ അന്വേഷിച്ച് അതുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കാൻ വരുന്ന അന്വേഷണ ഏജൻസികൾ, അവരുടെ ഉദ്ദേശം എന്താകട്ടെ, അവരാരുമാകട്ടെ, അവർ സ്വാഭാവികമായിട്ടും അത്തരം വീടുകളിൽ പോകും. അവിടെ പ്രതിപക്ഷ നേതാവ് ഉള്ളത് കൊണ്ട് അന്വേഷിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. അതിനപ്പുറത്ത് ഞാൻ ചോദിക്കുന്ന CPM ഇപ്പോൾ വേവലാതിപ്പെടുന്നത് പിണറായി വിജയനെതിരെയുള്ള അന്വേഷണമായിട്ട് ഞാൻ ഇപ്പോഴും കാണുന്നില്ല. വീണ തൈക്കണ്ടിലിനെതിരെ അന്വേഷിക്കുമ്പോൾ CPM ഇത്ര വലിയ പ്രതിരോധം തീർത്ത് കാർ തല്ലിപ്പൊളിച്ച് ക്രമസമാധാന നില തകർക്കുന്ന രീതിയിൽ കേരളത്തിൽ സമരം ചെയ്യേണ്ട ആവശ്യം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അങ്ങനെ പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും പരിഗണന വീണ തൈക്കണ്ടിലിനോ CPM കൊടുക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ബിനീഷ് കോടിയേരിക്കും കോടിയേരി ബാലകൃഷ്ണനും കൊടുക്കാത്ത പരിഗണന പിണറായി വിജയൻ്റെ മകൾക്ക് കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടേണ്ടതുണ്ട്. ഇനി അതിനേക്കാൾ അപ്പുറം ഇന്നിപ്പോൾ MV ഗോവിന്ദൻ പറഞ്ഞിട്ടുള്ളത്, CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത് ഇതൊരു സാർവദേശീയ പ്രശ്നമായെന്നാണ്. ഇത്രയും സാർവദേശീയ പ്രശ്നമായിട്ടുള്ള ഈ പ്രശ്നത്തിന് ഉത്തരം പറയണ്ടേ? എന്ത് സേവനമാണ് വീണ തൈക്കണ്ടിയിൽ CMRL കമ്പനിക്ക് കൊടുത്തിട്ടുള്ളത്? മാസം 5 ലക്ഷം രൂപ വെച്ച് വീണയുടെ അക്കൗണ്ടിലേക്കും 3 ലക്ഷം രൂപ വെച്ച് കമ്പനിയുടെ അക്കൗണ്ടിലേക്കും വെച്ചിട്ട് 2,78,00,000 രൂപ മേടിച്ചു എന്ന് പറഞ്ഞ ആരോപണം നിൽക്കുന്നു. ഇത് ആരോപണമല്ല. ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ ഈ റെയ്ഡിന് ശേഷവും വീണ്ടും പണം കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നുള്ള രേഖകളിലുണ്ട്. ഇതിൽ കൃത്യമായിട്ട് വീണയ്ക്ക് മറുപടി കൊടുക്കാൻ പറ്റുന്നില്ല. ചെയ്ത സേവനം എന്താണെന്ന് പറഞ്ഞാൽ കൃത്യമായി പ്രശ്നം തീരാവുന്നേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കുന്ന CPMൻ്റെ ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന LDFൻ്റെ പ്രതിനിധിയെ പോലെ തന്നെ CPMന് വേണ്ടിയിട്ട് ചാനൽ ചർച്ചയിൽ സംസാരിക്കുന്ന LDF വക്താവായിട്ടുള്ള അഡ്വക്കേറ്റ് അരുൺകുമാർ 2023 ഓഗസ്റ്റ് മാസം 16-ാം തീയതി പറഞ്ഞത് പവർ ബിൽഡർ, ഔട്ട്ലുക്ക്, MS ഓഫീസ്, ടാലി പോലുള്ള 4 പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയറുകൾ കൊടുത്തു. അതിൻ്റെ ആനുവൽ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ തുക വീണ തൈക്കണ്ടിലും അവരുടെ കമ്പനിയും വാങ്ങിയിട്ടുള്ളതെന്നാണ്. ഞാൻ ചോദിക്കുന്നത്, ഇത്തരം സാധനങ്ങളുടെ ആനുവൽ മെയിൻ്റനൻസിനാണ് ഈ കോടിക്കണക്കിന് രൂപ മേടിക്കുന്നത്? ഇനി മറ്റേ എംപവർ ക്യാപിറ്റൽ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് 50 ലക്ഷം രൂപ വാങ്ങി, അതിനുശേഷം 4 ലക്ഷം രൂപ മാത്രം തിരിച്ചു കൊടുത്തു. ബാക്കി 46 ലക്ഷം രൂപ എന്ത് മെയിൻ്റനൻസിന് വേണ്ടിയാണ് വാങ്ങിയിട്ടുള്ളത്? അപ്പോൾ ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല. ഞാൻ പറഞ്ഞു, ഇത്രയും ക്രമസമാധാന പ്രശ്നവും ആഗോള സാർവദേശിക പ്രശ്നമായിട്ടൊന്നും ഇതിനെ മാറ്റണ്ട. എന്ത് സേവനമാണ് കൊടുത്തതെന്ന് പറഞ്ഞാൽ പോരെ? ഇവിടെ പിണറായി വിജയനെതിരെ ആരോപണം വരുന്നത് അതുകൊണ്ടാണ്. വീണ തൈക്കണ്ടിലിന് മുൻപ് മറ്റാർക്കും കിട്ടാത്ത രീതിയിലുള്ള ഒരു വലിയ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ CPM കൊടുക്കുമ്പോൾ CPMൻ്റെയും DYFIയുടെ ഒക്കെ പ്രവർത്തകർ തെരുവിൽ അടിയുണ്ടാക്കി
കേസുണ്ടാക്കി ജയിലിൽ പോകുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണ്ടേ? വീണ തൈക്കണ്ടിൽ ചെയ്ത സേവനം എന്താണെന്ന് കേരളത്തിലെ, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു നേതാവിന് അറിയാമോ? അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിക്ക് അറിയാമോ? ഇവർക്ക് ആർക്കും അറിയാത്ത ഒരു സേവനത്തിന് വേണ്ടിയിട്ട് വീണ കോടിക്കണക്കിന് രൂപ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് വീണ തൈക്കണ്ടിൽ എന്നൊരു വ്യക്തിയുടെ മാത്രം പ്രശ്നമാകണ്ടേ? അതെങ്ങനെയാ പിണറായി വിജയന്റെ പ്രശ്നമാകുന്നത്? അതിനപ്പുറത്ത് ഇവർ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിന്റെ എക്സ്റ്റൻഷൻ പിണറായി വിജയനിലേക്ക് എത്തും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.